ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ കളക്ഷൻസ് ആണ് നോക്കുന്നത്. 2 പെട്ടിയുണ്ട്. അപ്പോൾ ആദ്യത്തെ പെട്ടി നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ @dcdu.a ഫസ്റ്റ് ഈ ഒരു പിങ്ക് പെട്ടിയാണ് ഒട്ടിക്കുന്നത്. ഇത് ഒരു ഹാപ്പി ദീപാവലി എന്നും പറഞ്ഞിട്ടുള്ള ഒരു പെട്ടിയാണ്. ഇത് അച്ഛൻ എവിടെ നിന്നോ ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു കവറിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് തുറക്കുമ്പോൾ ഒരു സീൻ കാര്യമായിരുന്നു. വെച്ചാൽ ഇതേപോലെ 3D ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. അതാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ താഴെയാണ് നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ ഉള്ളത്. കുറേ ഉണ്ട്, എണ്ണിയാലും തീരത്തില്ല, അത്രയ്ക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു ജേർണലിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു റോളായിരുന്നു. ആൻഡ് ഇറ്റ്സ് ദി ഈസ്തറ്റിക് റോളാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് 800 എത്ര രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ആൻഡ് ഇത് സ്റ്റിക്കറായിട്ട് ഇളക്കാൻ പറ്റും കേട്ടോ. ഇതൊരു സ്റ്റാമ്പ്സ് പോലത്തെ സാധനമാണ്. ആൻഡ് ഞാൻ ഇത് പല കളറിലും ഉണ്ട്. ഞാൻ വിൻറ്റേജ് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ ആയിരിക്കും എന്നും പറഞ്ഞാണ് വെച്ചിരുന്നത്. പക്ഷെ കിട്ടിയത് ബ്ലൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ജേർണൽ ചെയ്യുന്നത് നിർത്തി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റോക്കിംഗ് ആയിട്ട് വെച്ചേക്കാം. ഒരു സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു 3D സ്റ്റിക്കേഴ്സാണ്. അത് കുറച്ചേ ഉള്ളൂ, 2 എണ്ണം എന്തോ ഉള്ളൂ. ഇതാ. ആൻഡ് ഇത് ഒരുപാടുണ്ടായിരുന്നു, അതിലേക്കോ പോയി. ആൻഡ് നെക്സ്റ്റ് കാണിക്കുന്ന ഒരു റോള് തന്നെയാണ് കേട്ടോ. താങ്ക് യു സ്റ്റിക്കർ ഇല്ലയോ, ആദ്യ റോളാണ്. താങ്ക് യു സ്മൈലി, റെയിൻബോയുടെ താങ്ക് യു, പിന്നെ ഒരു സൂര്യൻ, പിന്നെ ഒരു ട്രെയിനിൻ്റെ ആയിരുന്നു. ആൻഡ് ഞാൻ വാങ്ങിച്ചതൊരു നേരിട്ട് പോയി വാങ്ങിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തിനാ വാങ്ങിച്ചതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇപ്പോൾ ഉപകാരപ്പെട്ടു. പിന്നെ എൻ്റെ സിസ്റ്റർ വാങ്ങിച്ചുകൊണ്ട് വന്ന ഈ സ്മൈലി സ്റ്റിക്കേഴ്സ്. ഇതൊരു 3D സ്റ്റിക്കറാണ്. ആൻഡ് ഇതൊരു സ്മൈലി. ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല ഒന്നും, കാരണം ഉപയോഗിക്കാൻ മനസ്സ് തോന്നിയില്ല. ആൻഡ് അത് അങ്ങനെ വെച്ച് കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ വീണ്ടും വിൻറ്റേജ് ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കവായ സ്റ്റിക്കേഴ്സ് പോലത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് 35 രൂപയോ 35 രൂപയാണ് എൻ്റെ വില. കുറച്ചുള്ളൂ, 4 5 എന്തോ ഉള്ളൂ. 10 20 10 ഒക്കെ വരുമായിരിക്കും. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഞാൻ. പക്ഷേ ഇത് ജേർണലൊന്നും ചെയ്തില്ല. കുറേ സ്റ്റിക്കേഴ്സ് ഞാൻ എവിടെയൊക്കെ ഒട്ടിച്ച് ചെയ്ത് കളഞ്ഞു, യൂസ് ചെയ്യാൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിക്കറാണ് ബ്രൈറ്റ്നെസ് മറയാണ്, വാട്ടർ സീൽ സ്റ്റിക്കർ. ആൻഡ് ഇതിനകത്ത് ഫുൾ വാട്ടർ ഫില്ല് ചെയ്തേക്കും. ആൻഡ് ഇറ്റ്സ് പ്രൈസ് ഈസ് 36 രൂപ. ആൻഡ് ഇത് കുറേ ഉണ്ടായിരുന്നു, ഈ ഒരെണ്ണം മാത്രമല്ല എൻ്റെ ഒരു കവായി ഡയറിയിലുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഞാൻ വിൻറ്റേജ് ജേർണലെന്നും പറഞ്ഞ് ഒരുപാട് സ്റ്റിക്കർ വാങ്ങിച്ചാണ്. പക്ഷെ അത് കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ അതേപോലത്തെ ഒരു സ്റ്റിക്കറാണ് ഈ ക്രിസ്റ്റൽ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റിക്കർ. ആൻഡ് ഇതൊരു ഒറ്റ നൂലായിട്ടാണ് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ വില വന്നിട്ട് 30 രൂപയാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റിക്കറാണ് കുറേ സ്റ്റാർസ് സ്റ്റിക്കറാണ്. ഇത് 24 രൂപയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് 3D സ്റ്റിക്കേഴ്സിൽ ഇതൊക്കെയാണ് ഇഷ്ടം. പിന്നെ അടുത്തതും ഒരു നമ്മൾ പോസ്റ്റ് ഇത് ഓഫീസിലേക്ക് സീൽ ചെയ്ത് വെക്കത്തില്ലോ, അതേപോലത്തെ ഒരു കവായി സ്റ്റിക്കറാണിത്. ഇത് കുറേ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ കുറേ പൊട്ടിച്ച് കളഞ്ഞതാണ് മിക്കതും. പിന്നെ ഇൻഫിനിറ്റി ഔട്ട് ഓഫ് ഇൻഫിനിറ്റി ആയിട്ടുള്ള കുറേ 3D സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. കുറോമിയുടെ ക്യാരക്ടറിലാണ് വന്നിരുന്നത്. ഇൻഫിനിറ്റി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു.
എൻ്റെ ഒരു മുഖത്തിൻ്റെ തൊട്ട് നെക്ക് പോർഷൻ വരെയുള്ള ഇതുണ്ട് ഈ നീളം. ഇത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ ഒരുപാട് ഒട്ടിച്ച് പിന്നെ ആകെ കിട്ടിയതിലൊക്കെ തന്നെ. പിന്നെ ഒരു വെറൈറ്റി ഗെയിം സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. അതേപോലത്തെ ഒരു പാൻഡ, ക്യൂട്ട് പാൻഡ സ്റ്റിക്കറാണ് ഇത്. നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു വീട് പോലത്തെ ഇതാണ്, വീട് തുറക്കത്തില്ല അതേപോലത്തെ ഇതൊരു സ്പിന്നാണ്. പിന്നെ ഇതിൻ്റെ അകത്താണ് സ്റ്റിക്കർ ഇരിക്കുന്നത്. ഈ വീടിൻ്റെ പരസ്യമൊക്കെ കാണിച്ചത് ഇതൊക്കെയാണ് വീടിൻ്റെ പരസ്യം. ആൻഡ് ഇത് നമുക്ക് കളിക്കാനുള്ള സ്റ്റിക്കറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വീട്ടിൽ ബർഗർ കഴിക്കുന്നതുപോലെ പിന്നെ പാൻഡാസ് അടി കൂടും പോലെ അങ്ങനെയൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഓരോ ഭാഗങ്ങളുള്ള സ്റ്റിക്കറായിരുന്നു. പക്ഷേ ഈ സ്റ്റിക്കറൊക്കെ ഞാൻ കുഞ്ഞിലെ എവിടെയൊക്കെ കൊണ്ട് കളഞ്ഞതാണ്. ആൻഡ് ഇറ്റ്സ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ്. പക്ഷേ നമ്മൾ സ്ക്വിഷി ഇല്ലയോ അതേപോലത്തെ ഒരു സ്റ്റിക്കറാണ്. നല്ല സ്പോഞ്ചായിട്ടിരിക്കും അത് പ്രസ് ചെയ്താൽ. പിന്നെ ഞാൻ സ്റ്റിക്കർ കളക്ഷനിൽ തന്നെ ആദ്യമായിട്ട് വാങ്ങിച്ച സ്റ്റിക്കറാണിത്. ആൻഡ് ഇറ്റ്സ് വെറൈറ്റി എന്ന് വെച്ചാൽ ഇത് കിടന്ന് കുലുങ്ങുന്നു. കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. കുലുങ്ങുന്ന കുറേ സ്റ്റാർസാണ്. നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ ലെറ്റേഴ്സ് ഇല്ലായിരുന്നു, നമ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ നമ്മൾ മൂൺലൈറ്റ് ആണെങ്കിൽ ഇത് അടിച്ചു മാറ്റിയ കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഇതൊക്കെ. ആൻഡ് ഫസ്റ്റ് തന്നെ ഈ ഒരു ക്യൂബ്സ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആയിരുന്നു. പിന്നെ ഇതേപോലെ ഇമേജിൻ ഉള്ള സ്റ്റിക്കറാണ് വട്ടത്തിൽ വരുന്നത്. പിന്നെ ഇതേപോലത്തെ ഷേപ്പുള്ള ഒരു സ്റ്റിക്കർ. പിന്നെ ഓരോ ക്വാർട്സ് എഴുതിയിട്ടുള്ള സ്റ്റിക്കർ ആൻഡ് കുറേ ഡോട്ട്സ് ഉള്ള സ്റ്റിക്കർ ആൻഡ് കുറേ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ക്വാർട്സിൽ എഴുതിയിട്ടുള്ള സ്റ്റിക്കർ. എനിക്ക് കാണാനൊന്നും അറിയത്തില്ല. ആൻഡ് ഈ റിങ്ങിൻ്റെ അകത്ത് നമുക്ക് സ്റ്റിക്കർ എടുക്കാം കേട്ടോ. പിന്നെ ചൈനീസുകാർക്ക് അറിയാൻ വേണ്ടിയിട്ട് ചൈനീസ് ഭാഷ എഴുതിയ കുറേ സ്റ്റിക്കർ. പിന്നെ നമ്മുടെ ലോങ് ആയിട്ടുള്ള നമ്മൾ വാഷി ടേപ്പ് പോലത്തെ സ്റ്റിക്കർ. ഇതൊക്കെയാണ് മൂൺലൈറ്റ് ചാനലിലെ സ്റ്റിക്കേഴ്സ്. പിന്നെ ഞാനൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്നൊരു സ്റ്റിക്കറായിരുന്നു ഈ ഒരു സ്റ്റിക്കർ. ആൻഡ് ഇറ്റ്സ് ഗ്ലിറ്റേർഡ്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ക്രാഫ്റ്റ് വില്ലേന്നും പറഞ്ഞിട്ടുള്ള ഒരിതാണ്. ഇത് ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ആൻഡ് ഇത് വില വന്നിട്ട് 35 രൂപയാണ്. ഇത് കുറേ ഉണ്ട്. ഇതിൻ്റെ എഡിഷനായിട്ടൊരു ലെറ്റേഴ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, ലവ് ഷിപ്പ് അതുകൊണ്ട് സ്മൈലീസ് ഉണ്ട്, സ്റ്റാർസ് ഉണ്ട്, വീണ്ടും ലെറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ പൂക്കളുണ്ട്, ഹിന്ദി ആൽഫബറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മരവും കായും പൂവും പിന്നെ കുറേ ഷേപ്പിലധികം വരുന്ന കുറേ സാധനം. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്ന സ്റ്റിക്കർ. എന്നാലും ഞാൻ പൂവുള്ളതാണ് വാങ്ങിച്ചത്. എനിക്ക് പക്ഷേ ഒരു പ്രാവശ്യം ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെയാണ് ഫസ്റ്റ് പെട്ടിക്കകത്തുള്ളത്. ഫസ്റ്റ് പെട്ടി ഇനി കളക്ഷൻസ്. സെക്കൻഡ് പെട്ടി എന്തെന്നൊക്കെ വെച്ചാൽ ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ബോക്സാണിത്. ഇത് അമ്മേരെ നിന്ന് അടിച്ച് മാറ്റിയതാണ്. സംഭവം എന്തെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരാൾ ഗിഫ്റ്റ് കൊടുത്തതാണ്, പ്ലമ്മിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും ബാത്ത് ആൻഡ് ബോഡി ഗിഫ്റ്റ് സെറ്റായിരുന്നു. അപ്പോൾ എനിക്ക് അമ്മ ആദ്യം കൊണ്ടുവന്നപ്പോൾ എൻ്റെ കണ്ണ് മുഴുവൻ ഈ ബോക്സിലായിരുന്നു, ആ പ്രോഡക്റ്റ്സിലല്ല. കാരണം അത്രയും ഇൻട്രസ്റ്റി ആയിട്ടുള്ള ബോക്സാണ്. ആൻഡ് താങ്ക് യു പ്ലം എനിക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് തന്നതിന്. എനിക്ക് അങ്ങനെ പ്രോഡക്റ്റ്സും ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അടിച്ചു മാറ്റിയ ബോക്സാണ് വേണമെങ്കിൽ പറയാം. നമ്മൾ നേരത്തെ പാൻഡ ഹൗസ് കണ്ടില്ലയോ, അതേപോലത്തെ നമ്മൾ അതും ഔട്ട്സൈഡാണ്, ഇത് ഇൻസൈഡാണ്. ഒരു കഫേ കയറി എങ്ങനെ ഉണ്ടായിരിക്കും അതേപോലത്തെ ഒരു സീനറിയാണ്. ഇത് കഫേയുടെ ഫ്രണ്ട്. കാരമല്ലോ ബേക്കറി ആൻഡ് കോ, വാനില കാരമല്ലോ ആണ്. അത് തുറക്കുമ്പോൾ അയ്യോ ഇതേപോലെ കുറേ സീനറി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടേക്കുക, കാരണം ഇത് ഇളകി പോകാതിരിക്കാൻ. ഇപ്പം ഞാൻ എല്ലാം ഊരി വെച്ചേക്കാം. കുറേയൊക്കെ താഴെ വീണു. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കവായ് സ്റ്റിക്കേഴ്സ് എല്ലാം ഈ സ്റ്റിക്കേഴ്സ് പോപ്പുലർഡ് അല്ലെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു സുപ്രഭാതത്തിൽ
കൊറിയൻകാരുടെ ജേർണലിങ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സ്റ്റിക്കേഴ്സ് കാണുന്നത് തന്നെ. ആൻഡ് ഇറ്റ്സ് ടു ക്യൂട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാൻ ചേച്ചിയുടെ പറഞ്ഞു, ചേച്ചി വാങ്ങിച്ചു, എനിക്കത് കണ്ടു ഞാൻ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓരോ സ്റ്റിക്കറും ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ കുറേയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഡയറീസ് ഒക്കെ എഴുതുമ്പോൾ ഒരു ആക്ഷൻ ആയിട്ടുള്ള ഒരു മോഡിന് വേണ്ടിയിട്ടൊക്കെ ഈ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഈറ്റിംഗ് മോഡാണെങ്കിൽ ഇതാ കഴിക്കുന്ന 2 പേര് കൂട്ടിയിരുന്ന് കഴിക്കുന്ന അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ്. ആൻഡ് ഇറ്റ്സ് ലോട്ട് ഓഫ് ഇൻഫിനിറ്റി സ്റ്റിക്കേഴ്സാണ്. ആൻഡ് ഇതൊക്കെ മീഷോന്ന് ഞാൻ 200 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഇതൊക്കെ നല്ല വില കുറവിന് കിട്ടും. പിന്നെ ക്വാളിറ്റി സാധനമൊക്കെ ആണെങ്കിൽ 300-400 അങ്ങോട്ട് പോകാം. ഒരുപാട് സ്റ്റിക്കേഴ്സിനൊക്കെ 400, 500 അങ്ങനെയൊക്കെ. ഇത് ഒരുപാടുണ്ടായിരുന്നു, അതുകൊണ്ട് 300 രൂപയെ. പിന്നെ ഞാൻ എൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ ഇങ്ങനത്തെ ഒരിക്കലും വാങ്ങിക്കരുത്. കാരണം ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ നിങ്ങൾ കവർ സ്റ്റിക്കർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ സ്ക്വയർ ഷേപ്പിൽ വാങ്ങിക്കരുത്. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളത് വാങ്ങിക്കുക, ഷീറ്റ് പോലെ കിടക്കുന്നത്. അതായിരിക്കും എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പറയുന്നത്. പിന്നെ ഇത് മടക്കി വയ്ക്കാനൊക്കെ ഓക്കെയാണ്, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട്. പക്ഷേ ഇതിൽ സ്റ്റിക്കേഴ്സ് കുറവാണ്, മറ്റേതിനെക്കാട്ടിലും കുറവാണ്. അതിൽ 20, 10, 40, 30 ഷീറ്റ്സൊക്കെ ഒറ്റ സെറ്റിൽ തന്നെ കിട്ടാറുണ്ട്. നമുക്ക് ചൂസ് ചെയ്ത ആ പ്രൈസിനനുസരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം അത് വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് കൂടുതൽ സ്റ്റിക്കേഴ്സ് കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ആൻഡ് എനിക്ക് കുറവാണ് കിട്ടിയത്, 201. അതിൽ പറയുന്ന 200 ഷീറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പിന്നെ അങ്ങനെ ഒരു ടാസ്ക് ആയിട്ട് എല്ലാം എണ്ണി തുടങ്ങി. ആൻഡ് ഒരു 201 വരെ ഉണ്ടായിരുന്നു, ഒന്ന് കൂടുതലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കിത് ഭയങ്കര പാടാണ്, ഇത് ഏതൊക്കെ നല്ലതായി ഒരു ആക്ഷൻസ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു ഷീറ്റ് മറിച്ച് നോക്കുക, 10 എണ്ണം ഉണ്ടെങ്കിൽ 10 എണ്ണം നോക്കിയാലും മതി. ഇത് കുറേ ഉണ്ട്, 200, 300. നമ്മൾ നോക്കി വരുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്റ്റിക്കർ കിട്ടത്തില്ല. അതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം. ആൻഡ് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് മടക്കി വയ്ക്കുക, പക്ഷേ ചുളുവും. അത് ചുളുവെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ചുളുവത്തില്ല, ആ ഷീറ്റ് ചുളുവും. ആൻഡ് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ മടക്കി വയ്ക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു മടക്കി വയ്ക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും. പക്ഷേ ഇതിന് പോലെ ബോക്സ് ഇട്ട് വെച്ചാൽ മതി. പക്ഷെ ക്വാളിറ്റി ക്വാണ്ടിറ്റി വൈസും ഞാൻ പറയുകയാണെങ്കിൽ അതേ പറയും. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കവർ സ്റ്റിക്കർ വാങ്ങിക്കുന്നതെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി. ആൻഡ് ഇറ്റ്സ് ടു ക്യൂട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഇനി ഓരോന്ന് എണ്ണി പറയാനുള്ള. കാരണം ഇത് കുറേ ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ ഒരു എത്ര എണ്ണം ഉണ്ടായിരുന്നു, കളർ ബേസ് ആയിരുന്നു. ബ്ലൂ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, 2 പിങ്കോ, പിന്നെ ഒരു യെല്ലോ ഉണ്ട്, പിന്നെ റെഡ്. ഇത്ര 5 കളേഴ്സാണ് ഇതിൽ വരുന്നത്. ആൻഡ് ഞാൻ ഇതെല്ലാം എണ്ണി നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റിക്കർ കളക്ഷൻസ്. കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഞാൻ പണ്ട് എനിക്കൊരു സ്റ്റിക്കർ എന്ന് വെച്ചാൽ ഭ്രാന്ത് തന്നെയായിരുന്നു. എന്നുവെച്ചാൽ പണ്ട് ഞാൻ അച്ചാച്ചൻ മുക്കിൽ പോകുമ്പോൾ എല്ലാ സ്റ്റിക്കേഴ്സും പറഞ്ഞിടും. എന്നിട്ട് നമ്മൾ കുറേ സ്റ്റിക്കേഴ്സ് അച്ചാച്ചൻ വാങ്ങിച്ചുകൊണ്ട് വരും. അതൊക്കെ ഞാൻ ഒരു ഡയറിയിൽ ഒട്ടിച്ചേക്കും. എന്നിട്ട് അത് കണ്ടിരുന്ന് ആസ്വദിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് യൂസ്ഫുൾ ആയിട്ടുള്ളതല്ല. ഞാൻ ഇങ്ങനെ കണ്ടെയ്നറിൽ കീപ്പ് ചെയ്ത് വെക്കത്തില്ല, അത് ഒട്ടിച്ച് വയ്ക്കുക. അത് ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഈ ഡയറി കൊണ്ട് കിടക്കുക, എവിടെ പോയാലും ഞാൻ ഡയറി എൻ്റെ കയ്യിൽ കാണും. പക്ഷേ ഞാൻ വെക്കുന്ന ഡയറീസ് എല്ലാം ബൈൻഡ് ഇളകിപ്പോവുകയും അത് ഡയറി ഫുള്ള് പോവുകയും ചെയ്തു. എത്ര ഡയറി ഞാൻ സ്റ്റിക്കേഴ്സ് ഓരോന്നും ഇളക്കി പശ ചൊട്ടിച്ചിട്ടുണ്ടെന്നോ. കുറേ സ്റ്റിക്കേഴ്സ് ആ ഡയറി കാരണം കുറേ സ്റ്റിക്കേഴ്സ് പോവുകയും ചെയ്തു. അതേപോലെ കുറേ സ്റ്റിക്കേഴ്സിൻ്റെ ഗമ്മ് പോയി, എല്ലാം നശിച്ചു തരിപ്പണമായി. പിന്നെ അതൊക്കെ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ അതൊന്നും കാണാനില്ല. ആൻഡ് നോക്കിയാലും ആ സ്റ്റിക്കേഴ്സൊന്നും യൂസ്ഫുൾ അല്ല. അപ്പോൾ പിന്നെ അതിൽ മാപ്പൊക്കെ കാണുമല്ലോ, അതൊക്കെ വെച്ച് ഞാൻ കളിക്കാറുണ്ടായിരുന്നു.
ആൻഡ് എനിക്ക് പണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അത് ഇപ്പോൾ ഡയറീസിൽ ഞാൻ എന്തെങ്കിലും കണ്ടന്റ് എഴുതിയിട്ട് അതിൽ ഈ സ്റ്റിക്കേഴ്സ് ഭാവങ്ങളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ കവായി ജേർണലിങ് ചെയ്യാറുണ്ട്, കുറേ ജേർണലിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ജേർണലിങ്, ഏതൊക്കെ ജേർണലിങ് എൻ്റെ കയ്യിലുണ്ടെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിടാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.